വീണ്ടും ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വൈറസ് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ചൈനയുമായി ബന്ധപ്പെട്ട ഒരു വൈറസിന്റെ വ്യാപനം നാം ചർച്ച ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ബാംഗ്ലൂരുവിൽ ഒരു 8 വയസ്സുള്ള 8 മാസം പ്രായമുള്ള കുട്ടിക്ക് ഇത്തരത്തിലൊരു വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ നിമിഷത്തിൽ നാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതല്ലേ? കാരണം ഈ കോവിഡിന്റെ തുടക്കത്തിൽ നമുക്ക് അത്ര രീതിയിൽ ജാഗ്രത പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വലിയ വ്യാപനത്തിലേക്കാണ് ഇന്ത്യയിൽ ഇടയാക്കിയത്. അപ്പോൾ തുടക്കം തന്നെ ഇന്ത്യ ജാഗ്രത പാലിച്ചാൽ ഇത്തരം മഹാമാരികളിൽ നിന്നും വൈറസുകളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമല്ലോ. തുടക്കം തന്നെ ജാഗ്രത പാലിക്കണം. കാരണം കൊറോണ വൈറസ് എങ്ങനെയാണ് നമുക്ക് ബാധിക്കപ്പെട്ടത് അല്ലെങ്കിൽ പിടിപെട്ടത്, എത്രത്തോളം നമ്മൾ അതിൽ കിടന്ന് അനുഭവിച്ചു. അതായത് ഒരു 2-3 വർഷം തുടർച്ചയായിട്ട് നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. അതായത് തടങ്കലിൽ അടച്ചതുപോലെയാണ് കൊറോണ വൈറസ് വന്നപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ചെയ്തത്. കാരണം ലോക്ക്ഡൗൺ, അന്ന് വരെ കേൾക്കാത്തിരുന്ന ഒരു വാക്കാണ് ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ കൊറോണ വന്നതിന് പിന്നാലെയാണ് ലോക്ക്ഡൗൺ ആയത്. ലോക്ക്ഡൗൺ ആയപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെയായിരുന്നു, ആർക്കും ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പിന്നീട് വീട്ടിലുള്ളവർക്ക് പോലും കൊറോണ ബാധിക്കുന്ന സ്ഥിതിയായിരുന്നു. പിന്നെ ആശുപത്രികളെല്ലാം നിറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരു വീട്ടുതടങ്കലിലായ അവസ്ഥയായിരുന്നു. ആർക്കും ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. പിന്നീട് അതായത് വീട്ടിലുള്ള എല്ലാവർക്കും കൊറോണ വന്ന് പിടിപെട്ടിരുന്നു. ആരോഗ്യം അല്ലെങ്കിൽ ആശുപത്രികൾ തന്നെ നോക്കിയാൽ ആശുപത്രികളെല്ലാം നിറഞ്ഞു കഴിഞ്ഞിരുന്നു. കാരണം ആശുപത്രിയിൽ അധികൃതർ തന്നെ വിളിച്ച് പറയും, കാരണം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, എന്തെങ്കിലും സിംറ്റംസോ അല്ലെങ്കിൽ കൊറോണ വൈറസിന്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ മരുന്നെത്തിക്കാം, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക. പിന്നീട് ജാഗ്രത അവർ പറഞ്ഞു. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, പിന്നീട് മാസ്ക് വെക്കുക, പിന്നീട് കൂടുതലും ഇങ്ങനെ സംസാരിക്കുന്ന കോണ്ടാക്ട് ഒഴിവാക്കുക. അങ്ങനെ ആരോഗ്യ വകുപ്പ് ഒരുപാട് നിർദ്ദേശങ്ങൾ അനുസരിച്ചു. അങ്ങനെ ഭൂരിഭാഗം പേരും വീടുകളിൽ തന്നെയാണ് കൊറോണയെ അല്ലെങ്കിൽ കൊറോണ വൈറസിനെ പ്രതിരോധിച്ചത്. അത് തന്നെ പറയാം. കാരണം ആശുപത്രികളെല്ലാം നിറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ആശുപത്രികളെല്ലാം നിറഞ്ഞിരുന്നു. അന്ന് 2019 പിന്നീട് വന്നൊരു വാക്കാണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. കാരണം എല്ലാവരും സ്കൂളിൽ പോയി പഠിക്കുന്ന സമയമാണ്. കാരണം എല്ലാവർക്കും സ്കൂളിൽ പോയി പഠിച്ചാലേ എന്തെങ്കിലും മനസ്സിലാകും. അന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഈ ഓൺലൈൻ ക്ലാസ് എന്താണ്. അപ്പോൾ കൊറോണ എന്നൊരു മഹാമാരി വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാവരും, ലോകത്തോളം എല്ലാവരും ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഒരു സംഭവമാണെന്ന് അറിഞ്ഞത്. കാരണം ആ സമയത്ത് ഓൺലൈൻ ക്ലാസ് തന്നെയായിരുന്നു. ഞാനൊക്കെ ഡിഗ്രി തുടങ്ങിയപ്പോൾ കൊറോണ വൈറസ് മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് എൻ്റെ സാറന്മാരെല്ലാവരും പറഞ്ഞായിരുന്നു, വീട്ടിൽ തന്നെ ഇരിക്കുക, നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങരുത്, കോളേജിലോട്ട് വരരുത്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്യുക ക്ലാസ്സുകളെല്ലാം. അതായത് ഭൂരിഭാഗം ഒന്നാം സെമിസ്റ്റർ, 2ാം സെമിസ്റ്റർ, 3ാം സെമിസ്റ്റർ വരെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചൊരു സമയമായിരുന്നു അത്. പിന്നീട് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം കോളേജിലേക്ക് എത്തുന്നു. കോളേജിൽ എത്തിയാലോ നമുക്കൊരു സാനിറ്റേഷന് വേണ്ടി നമ്മുടെ ഒരു സാനിറ്റൈസർ വാട്ടർ വേണം, പിന്നീട് മാസ്ക് വേണം, അങ്ങനെ ഗ്ലൗസ് ഇട്ട് വരെ എക്സാം എഴുതാവും. അങ്ങനെയുള്ള കർശന നിർദ്ദേശങ്ങളാണ് അതായത് സർക്കാർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ ഒരു 2019 അനുഭവിച്ച കൊറോണ അത് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതൊന്നാണ്. അതായത് ഇത്രയും ഒരു ലോക ജനത എല്ലാവരും വീട്ടിൽ അടച്ചിരിക്കുന്ന ഒരു സ്ഥിതി, അതായത് ലോകം വരെ സ്തംഭിച്ചു പോയ ഒന്നാണ് കൊറോണ വൈറസ്. അതും ചൈനയിലെ വുഹാനിൽ നിന്ന് തന്നെയാണ് പുറപ്പെട്ടത്. കാരണം ചൈന ഒന്ന് ശ്രദ്ധ ചെലുത്തിയിരുന്നുവെങ്കിൽ, കാരണം ലോകരാജ്യങ്ങളെല്ലാം ഈ ഒരു കൊറോണ വൈറസിൽ പിടിപെട്ട് കിടക്കില്ലായിരുന്നു. എത്രത്തോളം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് പ്രവാസി ലോകമായിരുന്നു ആ കൊറോണ സമയത്ത്. കാരണം പ്രവാസികൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ല. അവിടെ കിടന്ന് മരിച്ചാൽ പ്രവാസികളെ അവിടെ തന്നെ അടക്കം ചെയ്യുന്നു. അവർ സ്വന്തം നാട്ടിലേക്ക് എത്തി അല്ലെങ്കിൽ കുടുംബക്കാർക്ക് ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് കാണാൻ പോലും അവരെ സാധിക്കില്ലായിരുന്നു. കാരണം അത്രയും ഭീതിയിലായിരുന്നു പ്രവാസികൾ വരെ താമസിച്ചിരുന്നത്. പിന്നെ പ്രവാസികളുടെ കുടുംബങ്ങളാണെങ്കിൽ പറയില്ല. കാരണം അവിടെ ആരെങ്കിലും കൊറോണ വന്ന് മരിച്ചാൽ അവിടെയുള്ള സർക്കാർ വിവരം അറിയിക്കും, ഇങ്ങനെ ഒരാൾ മരിച്ചു, കൊറോണ വന്നതാണ്, ബോഡി കാണത്തില്ല, ബോഡി ഇവിടെ തന്നെ അടക്കം ചെയ്തു. അപ്പോൾ അവരുടെ വേദനയൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം മാധ്യമങ്ങളെല്ലാം കൊറോണ കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മുടെ പ്രദേശങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു HMPV കഴിഞ്ഞ ദിവസം ഞാനും ചേട്ടന് സംസാരിച്ചപ്പോൾ, അതായത് ചൈന ഇക്കാര്യം നിഷേധിച്ചിരുന്നു. കാരണം HMPV എന്ന് പറയുന്നത് കൊറോണ വൈറസ് പോലെയുള്ള ഒരു വൈറസ് അല്ല. ഇത് ശൈത്യകാലത്ത് മാത്രം പിടിപെടുന്ന ഒരു അണുബാധയാണ്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇതിനൊരു പ്രതിരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മറ്റുള്ളവരിലേക്ക് പടരുന്ന ഒന്നല്ല. പിന്നീട് ശ്വാസ സംബന്ധമായ സിംറ്റംസ് ആണ് ഇതിൻ്റെ അല്ലെങ്കിൽ HMPV വരാനുള്ള കാരണം. പിന്നീട് അവർ പറഞ്ഞിരുന്നു, ഒരു കാര്യം അവർ വ്യക്തമായി പറഞ്ഞിരുന്നു, കുട്ടികളിലും മുതിർന്നവരിലുമാണ് ഇത് കൂടുതലും HMPV സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ്. എന്നിരുന്നാൽ കൂടി മറ്റൊരു മഹാമാരിയല്ല, വീണ്ടും ലോകത്തെ അടച്ചിടാൻ ഈ HMPV വൈറസിന് സാധിക്കില്ല എന്ന് ചൈന വളരെ ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യമാണ്. കാരണം ലോകാരോഗ്യ സംഘടന വരെ, അതായത് എല്ലാ രാജ്യങ്ങളും പറഞ്ഞിരുന്നു, സമാനമായി തന്നെ പറഞ്ഞു ഈ രോഗം വിഷയമില്ല, ജാഗ്രത പാലിച്ചാൽ മതി എന്നെല്ലാം ചൈന പറയുന്നു. ചൈനയുടെ ഇത്തരം
പ്രസ്താവനകളൊന്നും ലോകം അതോടൊപ്പം തന്നെ ലോകാരോഗ്യ സംഘടനയും കാര്യമായി എടുക്കാറില്ല. കാരണം ആ കോവിഡ് സമയത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചൈന അന്ന് ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ ഈ ലോകം ഇത്രത്തോളം പ്രതിസന്ധിയിലേക്ക് പോകില്ലായിരുന്നു. അവരുടെ ശ്രദ്ധക്കുറവും അതിന് ചില കാര്യങ്ങളിൽ ഹൈഡ് ചെയ്തു വെക്കുക അത്തരത്തിലുള്ള രീതികളായിരുന്നു അന്ന് ലോകാരോഗ്യ സംഘടനയ്ക്ക് വരെ തലവേദനയായി മാറിയത്. അത്തരത്തിൽ തന്നെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ലോകാരോഗ്യ സംഘടന ഭാഗത്തു നിന്നായിരിക്കുമല്ലോ നിർണായകമായ പ്രസ്താവനകൾ വരാനിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ലോകാരോഗ്യ സംഘടന ചൈനയിലെ ഒരു HMPV വൈറസ് ഇത്രയും ഒരു അപകടകാരിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. കാരണം ലോകാരോഗ്യ സംഘടന ഇടപെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കൊറോണയുടെ കാര്യം ചേട്ടൻ പറഞ്ഞു, കൊറോണയുടെ കാര്യം പറയുകയാണെങ്കിൽ ചൈനയുടെ ഈ വുഹാനിൽ നിന്ന് വന്നതാണ് കൊറോണ. അപ്പോൾ ഈ ചൈന സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. കാരണം അവിടെ ഒരുപാട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അറ്റ് സെക്കൻഡ്, അതായത് ഒരു ദിവസം തന്നെ 100-300-ലധികം പേരാണ് ചൈനയിൽ മരിക്കുന്നത്. അത് പക്ഷേ ചൈന കണക്കുകൾ പുറത്തുവിട്ടിരുന്നില്ല. അങ്ങനെയാണ് ചൈന നിഷേധിക്കുന്നത്. കാരണം ഈ കൊറോണ പേടിക്കേണ്ട ആവശ്യമില്ല. അന്ന് ചൈന ഈ ഡയലോഗാണ് പറഞ്ഞത്. ഇപ്പോഴും HMPV-യുടെ കാര്യത്തിൽ സമാനമായ രീതി തന്നെയാണ് ചൈന പിന്തുടരുന്നത്. കാരണം ചൈന ഇനി ഈ ഒരു HMPV സ്ഥിരീകരിച്ച് മരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം അതിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. കൊറോണ സമയത്ത് നമ്മൾ നോക്കിയാൽ ചൈനയിലെ ഈ മരണം സ്ഥിരീകരിച്ചത് പിന്നീടാണ് ഇതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അപ്പോഴാണ് എത്രത്തോളം ഭയാനകമാണ് ഈ കൊറോണ എന്ന് ലോകം തന്നെ തിരിച്ചറിയുന്നത്. കാരണം അയ്യോ ഈ കൊറോണ വന്ന ആൾ അപ്പോൾ തന്നെ മരിക്കുമെന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. കാരണം ചൈനയിൽ അത്രത്തോളം മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. അപ്പോൾ ഈ HMPV ബാധിച്ചും എത്ര പേർ മരിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര പേരാണ് ആശുപത്രികളിൽ ഇപ്പോഴും ചൈനയിലുള്ളതോ എന്നും ഒരു കണക്കും അവർ പുറത്തു വിട്ടിട്ടില്ല. അപ്പോഴാണ് ഈ HMPV അടുത്ത മഹാമാരിയാണെന്ന് വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തപ്പോൾ ചൈന നിഷേധിച്ച് ഇന്നലെ രംഗത്തെത്തിയത്. കാരണം ഈ ഒരു HMPV കൊറോണ പോലെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഇപ്പോഴിത് ഇന്ത്യയിൽ ആദ്യമായിട്ട് HMPV സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതൊരു 8 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് HMPV സ്ഥിരീകരിച്ചിട്ടുള്ളത്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ആ കുഞ്ഞ് എന്തായാലും ഇതിൽ നിന്ന് സർവൈവ് ചെയ്യട്ടെ, രക്ഷപ്പെടട്ടെ. കാരണം ഈ വൈറസ് എന്ന് പറയുന്നത് കൊറോണ പോലെ അപകടകരമായ ഒരു വൈറസ് ആവാതിരിക്കട്ടെ. പിന്നീട് ഇന്ത്യൻ സർക്കാർ എന്തായാലും ഇതിനൊരു കനത്ത ജാഗ്രത തന്നെ പുലർത്തും. കാരണം ആദ്യത്തെ കേസാണ്, ബംഗളൂരുവിൽ ആദ്യത്തെ കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു HMPV ഇന്ത്യയിൽ എത്തിയാൽ അത് പ്രതിരോധിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ എല്ലാ മാർഗങ്ങളും ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുണ്ടെന്നും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ കീഴിലുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരും തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ്, അതായത് കേന്ദ്രം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതിനൊരു ജാഗ്രത തന്നെ പുലർത്തേണ്ടി വരും. ഇനി അടുത്തതുപോലെ ലോക്ക്ഡൌണോ ഇനി അടുത്തൊരു ഷട്ടർ ആണോ ഇനി ഇന്ത്യക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കി കാണേണ്ടതാണ്. എന്നാലും മറ്റ് കേസുകളൊന്നും ഇതുവരെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു കുഞ്ഞിന് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞിന്റെ തൽസ്ഥിതി എന്താണെന്ന് ഇതുവരെയായിട്ട് മറ്റ് മാധ്യമങ്ങളൊന്നും വാർത്ത പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇത് ബംഗളൂരുവിലാണ് സ്ഥിരീകരിച്ചത്. കർണാടക സർക്കാർ എന്തായാലും ആവശ്യമായിട്ടുള്ള കേരളത്തിൽ നിന്ന് ഒരു ചീത്തപ്പേര് ഒഴിവായി കിട്ടി. ഇത്തരം പല വൈറസുകളും വരുമ്പോൾ അതിൻ്റെ തുടക്കം കൊറോണയെല്ലാം ആദ്യമായി സ്ഥിരീകരിച്ച് തൃശ്ശൂരിലായിരുന്നു. പല പ്രധാനപ്പെട്ട വൈറസുകളും കേരളത്തിലാണ് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ ബാംഗ്ലൂരിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതെ, ബാംഗ്ലൂരിലാണ് സ്ഥിരീകരിച്ചത്. കൊറോണ നോക്കുകയാണെങ്കിൽ വിദേശത്ത് നിന്ന് വന്ന ആളിലാണ് ആദ്യമല്ല, തൃശ്ശൂരിൽ എത്തിയ ആൾക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരെയും, അതായത് ഇന്ത്യയിൽ ഒരു ആശങ്ക പടർന്നിരുന്നു. കാരണം കേരളത്തിൽ ആദ്യമായി കൊറോണ സ്ഥിരീകരിച്ചു. അപ്പോൾ എല്ലാവരും ഒരു ഭയപ്പാടിന്റെ സമയം അല്ലെങ്കിൽ ഭയപ്പെട്ട ഒരു സമയമായിരുന്നു. പക്ഷേ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എന്ന് പറയട്ടെ വളരെ ജാഗ്രതാപൂർവ്വം മുന്നോട്ട് നീങ്ങി കൊറോണ മാക്സിമം കുറയ്ക്കാൻ സാധിച്ചു. എങ്കിലും മരണം കൂടിയായിരുന്നു. എന്നാലും മരണം അവർക്ക് ഒരു പരിധി വരെ, ആരോഗ്യ വകുപ്പിന് നമ്മുടെ ഒരു ജാഗ്രത കൊണ്ട് മരണം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിച്ചു. എന്തായാലും ഈ HMPV എന്ന് പറയുന്നത് അടുത്തൊരു കൊറോണ ആകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. കാരണം കൊറോണ നമ്മൾ അറിഞ്ഞതാണ് എത്രത്തോളം നമ്മുടെ ബന്ധുക്കളെ മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം ഒരു തുറങ്കാടിലടിച്ചൊരു അവസ്ഥയായിരുന്നു കൊറോണ സമയം. അപ്പോൾ ഈ HMPV എന്തായാലും ഈ ഒരു കുഞ്ഞിനാണ് പിടിപെട്ടത്. കുഞ്ഞെന്തായാലും ഉടനെ തന്നെ രക്ഷപ്പെടട്ടെ ഈ വൈറസിൽ നിന്ന്. മറ്റ് വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും HMPV ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ എന്ന് ഇനി വരും നാളുകളിൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ.